നമസ്കാരം. 19-ാം നൂറ്റാണ്ടിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുരാതന ഹൈന്ദവ കഥയുടെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പ്രേംസാഗർ, അതായത് സ്നേഹത്തിന്റെ സമുദ്രം. നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്നാലോചിച്ചു നോക്കൂ. മരണം തൊട്ടുമുന്നിൽ നിൽക്കുന്നൊരു രാജാവ്, അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രം പറയുന്നൊരു ദൈവീകമായ കഥ. അപ്പോ ജീവനും മരണത്തിനുമിടയിലുള്ളൊരു കഥയാണിത്. തുടക്കം തന്നെ എന്തൊരു ആകാംക്ഷയാണല്ലേ. പക്ഷേ ഈ പുരാണകഥയ്ക്ക് അധികമാരും ശ്രദ്ധിക്കാത്തൊരു വശം കൂടിയുണ്ട്. ഈ ഇതിഹാസം വിവർത്തനം ചെയ്തത് ഒരു ബ്രിട്ടീഷ് ആർമി ക്യാപ്റ്റനായിരുന്നു, അതും വളരെ പ്രായോഗികമായ ഒരു കൊളോണിയൽ ആവശ്യത്തിനു വേണ്ടി. അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? അപ്പോ എന്തിനായിരിക്കും ഒരു ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ഈ പുസ്തകം വിവർത്തനം ചെയ്തത്? കാരണം വളരെ രസകരമാണ്. പ്രേംസാഗർ എന്ന ഈ പുസ്തകം ക്യാപ്റ്റൻ ഹോളിങ്സ് വിവർത്തനം ചെയ്തത് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ സഹായിക്കാനായിരുന്നു. ഇവിടത്തെ ഭാഷയും സംസ്കാരവും പിന്നെ ഇന്ത്യക്കാരുടെ ചിന്താരീതിയും മനസ്സിലാക്കാൻ ഇതൊരു എളുപ്പവഴിയായി അദ്ദേഹം കണ്ടു. അതായത് ഈ പുസ്തകത്തിന് രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു എന്ന് പറയാം. ഒരു വശത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനു വേണ്ടിയുള്ളൊരു ഉപകരണം, മറുവശത്ത് കോടിക്കണക്കിന് ആളുകളുടെ പുണ്യഗ്രന്ഥം. ഒരേ സമയം ഒരു ഭരണസഹായിയും ഒരു ഭക്തിഗ്രന്ഥവും. ശരി, നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് നേരെ പുരാണത്തിലേക്ക് കടക്കാം. കഥയിലെ പ്രധാനിയായ പരീക്ഷിത് രാജാവിനെ പരിചയപ്പെടാം. വളരെ നീതിമാനായൊരു രാജാവാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണം വളരെ പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോ എന്തായിരുന്നു രാജാവിന്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു വലിയ തെറ്റ്? കലിയുഗം രാജാവിന്റെ കിരീടത്തിൽ കയറിയതോടെ അദ്ദേഹത്തിന് വിവേകം നഷ്ടപ്പെട്ടു. ധ്യാനിച്ചിരുന്ന ഒരു മുനിയെ അദ്ദേഹം അറിയാതെ അപമാനിച്ചു. അതിന്റെ ഫലമോ ഒരു കടുത്ത ശാപം. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാകുന്നത്. രാജാവിന് ജീവിക്കാനിനി വെറും 7 ദിവസങ്ങൾ മാത്രം. 7-ാം ദിവസം പാമ്പുകടിയേറ്റും മരിക്കും. ഈയൊരു കൗണ്ട് ഡൗണിലാണ് കഥയുടെ യഥാർത്ഥ പിരിമുറുക്കം തുടങ്ങുന്നത്. ഈയൊരു പുരാണകഥയിലെ ചോദ്യം സത്യത്തിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചോദിക്കുന്ന ഒന്നല്ലേ? ജീവിതത്തിൽ സമയം കുറവാണെന്ന് തോന്നുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനൊരു അർത്ഥം കണ്ടെത്തുക? ഈ ചോദ്യം ഈ കഥ നമ്മളോടും ചോദിക്കുന്നുണ്ട്. തന്റെ വിധി ഇതാണെന്ന് തിരിച്ചറിഞ്ഞ രാജാവ് എന്തു ചെയ്തു? അദ്ദേഹം തന്റെ സിംഹാസനവും അധികാരവുമെല്ലാം ഉപേക്ഷിച്ചു. അവസാന ദിവസങ്ങളിൽ മോക്ഷത്തിനുള്ള വഴി തേടി ജ്ഞാനികളെ കാണാനായി ഗംഗയുടെ തീരത്തേക്ക് യാത്രയായി. ഇവിടെ നിന്നാണ് രാജാവിനോട് പറയുന്ന ആ പ്രധാന കഥ. ആ കഥയ്ക്കുള്ളിലെ കഥ തുടങ്ങുന്നത് സ്വേച്ഛാധിപതിയായ കംസന്റെ ഉദയവും പിന്നെ അവന്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനവുമാണ് ഇതിന്റെ തുടക്കം. അപ്പോ ആരായിരുന്നു ഈ കംസൻ? എന്തുകൊണ്ടാണ് അയാളൊരു വില്ലനായത്? സ്വന്തം അച്ഛനെ തടവിലാക്കി ദൈവങ്ങളെ ആരാധിക്കുന്നത് വിലക്കി നല്ലവരെ കൊല്ലാൻ ഉത്തരവിട്ടു. അവസാനം ഭൂമിദേവിക്ക് പോലും സഹിക്കാൻ പറ്റാതായി. അതുകൊണ്ട് തന്നെ കംസനെ പരാജയപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ഈയൊരു പ്രവചനമാണ് ശരിക്കും പറഞ്ഞാൽ കഥയുടെ ഗതി തന്നെ മാറ്റുന്നത്. കംസന്റെ സ്വന്തം സഹോദരി ദേവികിയുടെ വിവാഹസമയത്താണ് ഈ അശരീരിയുണ്ടാകുന്നത്. ഇത് കേട്ടതോടെ കംസന്റെ മനസ്സമാധാനം പോയി. പ്രവചനം കേട്ടതോടെ കംസൻ പേടിയായി. ആ പേടിയാണ് അവനെ കൂടുതൽ ക്രൂരനാക്കി മാറ്റിയത്. അവൻ സ്വന്തം സഹോദരിയെയും അവരുടെ ഭർത്താവിനെയും ജയിലിലടച്ചു. ജനിച്ചു വീണ 6 കുഞ്ഞുങ്ങളെയും ഒരു ദയയുമില്ലാതെ അവൻ കൊന്നൊടുക്കി. എന്നാൽ 8ാമത്തെ കുട്ടിയുടെ ജനനം അത് സാധാരണമായിരുന്നില്ല. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. കൃഷ്ണൻ ജനിച്ച ആ നിമിഷം തടവറയുടെ വാതിലുകൾ തനിയെ തുറന്നു. കാവൽക്കാരെല്ലാം ഗാഠനിദ്രയിലായി. ഇത് ആ കുട്ടിയുടെ ദൈവിക ശക്തിയുടെ ആദ്യത്തെ സൂചനയായിരുന്നു. കൃഷ്ണനെ രക്ഷിക്കാനുള്ളായ യാത്ര ഒരു സാധാരണ യാത്രയായിരുന്നില്ല. തന്റെ മകനെ രക്ഷിക്കാനും ആ പ്രവചനം നിറവേറ്റാനുമായി വസുദേവർ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. കരകവിഞ്ഞൊഴുകുകയായിരുന്ന യമുനാ നദി പോലും ആ ദൈവിക ശിശുവിനു വേണ്ടി വഴിമാറിക്കൊടുത്തു. ഇനി നമുക്ക് നേരെ കൃഷ്ണന്റെ കുട്ടിക്കാലത്തേക്ക് പോകാം. ഗോകുലമെന്ന ഗ്രാമത്തിൽ വളർന്ന ആ കുട്ടി തന്റെ അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ താൻ ആരാണെന്ന് പതിയെ വെളിപ്പെടുത്താൻ തുടങ്ങി. കംസൻ വെറുതെയിരുന്നില്ല. അവന്റെ ആദ്യത്തെ പരീക്ഷണമെത്തിയത് ഒരു അസുരയുടെ രൂപത്തിലായിരുന്നു, പൂതന. ഒരു ആയയുടെ വേഷത്തിൽ കൃഷ്ണനെ കൊല്ലാനായിരുന്നു അവളുടെ വരവ്. പക്ഷെ അവിടെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. വിഷം പുരട്ടിയ മുലപ്പാൽ തന്ന പൂതനയുടെ ജീവൻ തന്നെ ആ ശിശു വലിച്ചെടുത്തു. അവളുടെ ആയുധം അവൾക്കെതിരെ തന്നെ ഒരു കെണിയായി മാറി. അടുത്ത ഭീഷണി വന്നത് ഒരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിലായിരുന്നു. തൃണാവർത്തൻ എന്ന അസുരനായിരുന്നു അത്. ഒരു കൊച്ചുകുട്ടിയാണെന്ന് കരുതിയെടുത്ത് കൃഷ്ണന്റെ ശക്തി എത്ര വലുതാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അവൻ ആ വലിയ ചുഴലിക്കാറ്റിനെ പിടികൂടി കല്ലിലിടിച്ചു കൊന്നു. ഇത് കണ്ട ഗ്രാമവാസികൾ ശരിക്കും അത്ഭുതപ്പെട്ടു. ശരി, ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് ആ കഥ കേട്ടുകൊണ്ടിരുന്ന പരീക്ഷിത് രാജാവിലേക്ക് തന്നെ തിരികെ വരാം. ഈ കഥകളൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക? അപ്പോ മരിക്കാൻ തയ്യാറെടുക്കുന്ന ആ രാജാവിനുള്ള ഏറ്റവും വലിയ പാഠം എന്തായിരുന്നു? അത് ധർമ്മം എന്ന ഒറ്റ വാക്കിലൊതുക്കാം.
കൃഷ്ണന്റെ കഥയിലൂടെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ മോക്ഷമാർഗം. ഇവിടെ ശുഖദേവമുനി രാജാവിനോട് പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. സമയത്തിന്റെ അളവല്ല പ്രധാനം, മറിച്ച് മനസ്സിലാക്കലിന്റെ ആഴമാണ്. അതിനൊരു മണിക്കൂർ മതിയാകാം, അപ്പോൾ 7 ദിവസമെന്നത് ധാരാളം സമയമാണ്. അപ്പോ ഈ കഥ നമ്മളെ അവസാനം കൊണ്ടെത്തിക്കുന്നത് ഒരു ചോദ്യത്തിലേക്കാണ്. മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താമെന്ന് ഈ ആശയം നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കിനി 7 ദിവസമാണ് ബാക്കിയുള്ളതെങ്കിൽ ഏത് കഥയായിരിക്കും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?